Hello, good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. എന്തൊക്കെയുണ്ട് സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. Ashant Kok. What happened to Ashant Kok? Really, what happened to Ashant Kok? എമ്പുരാന്റെ വിവാദങ്ങൾ, ചർച്ചകൾ, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് അശ്വന്ത് കോക്കിനെ കുറിച്ച് രണ്ട് വാക്ക് ഞാൻ പറഞ്ഞോട്ടെ. വാട്ട് ഹാപ്പൻ ടു അശ്വന്ത് കോക്ക്? മൂപ്പരുടെ കണ്ണുകൾക്ക് എന്ത് പറ്റി? വീർത്തിരിക്കുന്നു രണ്ട് കണ്ണുകൾ. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് പുള്ളി കഴിഞ്ഞ ദിവസം ഏതൊരു സിനിമയുടെ റിവ്യൂ ചെയ്തത്. ഞാൻ പെട്ടെന്ന് അതിൻ്റെ തമ്പനയിലൊക്കെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടാ. പിന്നെ വീഡിയോ തുറന്ന് നോക്കിയ സമയത്ത് കൂടുതൽ ഞെട്ടിപ്പോയത്. എന്താ പരിപാടിയെന്ന് ആക്ച്വലി മനസ്സിലായില്ല. കമൻറ്റ് ബോക്സൊക്കെ നോക്കിയ സമയത്താണെങ്കിലും ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു ദാക്ഷിണ്യമൊന്നുമില്ല. കാര്യമായിട്ട് എന്ത് പറ്റിയതാണെന്നും ചോദിക്കുന്നൊന്നുമില്ല. ആൾക്കാരവിടെ എന്താ പറയുക, അടി കൊണ്ടോ ഫാൻസുകാർ വന്നതല്ലയോ, എമ്പുരാൻ്റെ റിവ്യൂ കണ്ടിട്ട് ആൾക്കാർ വന്ന് ചാമ്പ് ചെയ്തായിരിക്കും. ആ ലെവലിലേക്കാണ് ആൾക്കാർ വന്ന് കമൻ്റൊക്കെ ഇട്ടിട്ടൊക്കെ ആക്ച്വലി പോകുന്നത്. പിന്നെ പലതരത്തിലുള്ള തെറികളൊക്കെ വിളിക്കുന്നുണ്ട്. അതങ്ങനെ ആ കമൻറ്റ് ബോക്സ് അങ്ങനെ പോയി. പിന്നെ പുള്ളി അങ്ങനെ വീഡിയോ ചെയ്തതിന് ശേഷം ഫേസ്ബുക്കിൽ ആണെന്നുണ്ടെങ്കിലും പല ആൾക്കാരും പലതരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട്. അവിടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അടി കിട്ടിയതാണെന്ന് ഡയറക്റ്റ്ലി പറയുന്നില്ല, പക്ഷെ അടി കിട്ടിയതായിരിക്കാം എന്ന് ആളുകൾക്ക് തോന്നുന്ന തരത്തിലുള്ള കൈൻഡ് ഓഫ് പോസ്റ്റുകൾ അങ്ങോട്ട് പടച്ചു വിടും. അപ്പോൾ ഈ ഫോട്ടോ പെട്ടെന്ന് കാണുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഫീലും ചെയ്യുന്നത്. അപ്പോൾ ആ പോസ്റ്റിൻ്റെ താഴെയാണെങ്കിലും ആൾക്കാരങ്ങോട്ട് ആഘോഷമാണ്, അടി കിട്ടി ആ ഒരു ലെവല് പരിപാടി. പിന്നെ മൂപ്പരെന്തോ എമ്പുരാൻ്റെ റിവ്യൂവിൻ്റെ അകത്ത് ചൈനക്കാരൻ മറ്റേ മൂപ്പരെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നൂഡിൽസ് തരാമെന്നോ അങ്ങനെ എന്തോ സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പുള്ളിനെ ഇതും വെച്ചിട്ടൊക്കെ ആൾക്കാർ അടിച്ചങ്ങ് തകർത്തങ്ങോട്ട് വിടുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അതെന്തോ ഒരു അലർജിയാണ്. എന്താണ് പെരിയോബിറ്റൽ അങ്ങനെ എന്തോ സംതിങ്, എന്താണ് പെരിയോബിറ്റൽ എഡിമയോ അങ്ങനെ എന്തോ സംഗതിയാണെന്ന് തോന്നുന്നു. പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി അങ്ങനെയാണ് പറഞ്ഞത്. അതൊരു കൈൻഡ് ഓഫ് അലർജിയാണ്. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. അത് ഓരോ ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ ഇരിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണമെങ്കിൽ, നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടൊന്ന് ഗൂഗിളിൽ തപ്പി നോക്കാം. അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഭാവിയിൽ അങ്ങനെ വല്ലതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും അതിൻ്റെ പ്രിക്കോഷൻസും പരിപാടികളൊക്കെ വേണമെങ്കിൽ എടുക്കാമല്ലോ, അതിനെക്കുറിച്ച് കൂടുതലൊക്കെ അറിയാമല്ലോ. സോ ഞാൻ ജസ്റ്റ് ഇത് ഭീകര കണ്ടന്റായിട്ട് പറയുന്നൊന്നുമല്ല, കൂട്ടത്തിൽ പറഞ്ഞൊന്നും മാത്രം. ഇങ്ങനെ ഒരു സംഗതി കണ്ട സമയത്ത് അത് കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞ കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രം. ഇത് അഡിക്റ്റ് ചെയ്തും അല്ലെങ്കിൽ മറ്റൊന്നും മറിച്ചൊന്നുമല്ല, തമാശക്കാണ് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ജസ്റ്റ് ഈ ഒരു ഇൻഫോർമേഷനും കൂടി ഒന്ന് പാസ് ചെയ്തു എന്ന് മാത്രം. പിന്നെ അശ്വന്ത് കോക്കിനെ കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ട് സംഖ്യയാക്കി വിട്ടിട്ടുണ്ട്. സംഖ്യയാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കിടയ്ക്ക് സംഖ്യപ്പട്ടവും കിട്ടും, മറ്റേ പട്ടവും കിട്ടും. അപ്പോൾ ഓരോ വീഡിയോനനുസരിച്ചിട്ട് പട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അത് പുള്ളിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, സോഷ്യൽ മീഡിയയ്ക്കകത്ത് പല ആൾക്കാരുടെ അവസ്ഥ അത് തന്നെയാണ്. ഓരോ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോരോ അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് ആ അഭിപ്രായത്തിനനുസരിച്ചിട്ടാണ് പട്ടം കിട്ടുക. ചിലപ്പോൾ സംഖ്യയാവും, ചിലപ്പോൾ സുഡാപ്പിയാവും, ചിലപ്പോൾ സംഖ്യയാവും. ഇപ്പോൾ എമ്പുരാൻ്റെ റിവ്യൂവിന് ശേഷം എന്താ പറയുക, മൂപ്പര് ചെറുതായിട്ടൊന്ന് സംഖ്യ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പടം ഇഷ്ടപ്പെട്ടില്ലല്ലോ, അങ്ങനെയാണല്ലോ മൂപ്പര് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് പോട്ടെ, നമുക്ക് അശ്വന്ത് കോക്കിനെ അത് എങ്ങനെ എടുത്തിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. എമ്പുരാൻ വിവാദങ്ങൾ. ഇതെപ്പോൾ തീരും ഈ വിവാദങ്ങൾ? ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ? എപ്പോൾ തീരും? കുറച്ച് ദിവസമായില്ല ഇത് തുടങ്ങിയിട്ട്. എപ്പോൾ തീരും വിവാദങ്ങൾ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് കൂടുതൽ പരിതാപകരമാക്കാതെ ഒന്ന് തീർന്നു കിട്ടിയാൽ നന്നായിരുന്നു പറഞ്ഞിട്ടാണ് ഞാനിരിക്കുന്നത്. കാരണം വല്ലാത്തൊരു നെഗറ്റീവ് വൈബ് അടിക്കുന്നുണ്ട്. സീരിയസ്ലി മാൻ, ഇത് ഞാൻ വെറുതെ പറയാൻ വേണ്ടി, ഒരു വീഡിയോയ്ക്ക് വേണ്ടി പറയാൻ വേണ്ടി പറയുന്നതല്ല, എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല. സീരിയസ്ലി എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ്. അതെനിക്ക് ഒരു വല്ലാത്ത നെഗറ്റീവ് വൈബൊക്കെ അടിക്കുന്നുണ്ട്. വല്ലാത്തൊരു വൃത്തികെട്ട അന്തരീക്ഷമൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. വെൻ ഇറ്റ് കംസ് ടു ഈ സോഷ്യൽ മീഡിയ തുറന്നാലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതിപ്പോൾ യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ. കാര്യം ഇത് കുറച്ച് ദിവസമായിട്ട് ഇത് രണ്ടും തുറന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവാദമായിരിക്കും. നല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കുക. ഇത് നെഗറ്റീവായിട്ടാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല. ഇതിപ്പോൾ പല ആൾക്കാരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നു, ചർച്ചകൾ ഇങ്ങനെ കാര്യമായിട്ട് നടക്കുന്നു. അപ്പോൾ ഈ വീഡിയോസിൻ്റെ താഴെ അല്ലെങ്കിൽ ഈ പോസ്റ്റുകളുടെയൊക്കെ താഴെ വരുന്ന കമൻറ്റുകൾ ഓക്കെ ന്യൂട്രലായിട്ട് ഹെൽത്തി ആയിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ആളുകളൊക്കെ ആക്ച്വലി ഉണ്ട്, അവരെല്ലാം ഞാൻ പറയുന്നത്. പക്ഷേ ന്യൂട്രലായിട്ട് അല്ലാതെ ഇപ്പോൾ ഒരു സൈഡ് പിടിച്ച് പറയുന്നതും പോട്ടെ, പക്ഷെ അതല്ലാതെ അടിപിടിയാടോ. പ്രത്യേകിച്ച് ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങോട്ടും അടി, അവിടെ നിന്ന് ഇങ്ങോട്ടും അടി. ഈ കമൻറ്റ് ബോക്സിൽ രണ്ടുപേർക്കും വാള് കൊടുത്തിട്ട് ഇങ്ങോട്ട് തള്ളി കൊല്ലാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് ചില കമൻറ്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പേടി വരും. കാരണം അതാണ് അവസ്ഥ. അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും. അതും
അതാ പറഞ്ഞു, കൂടുതൽ രസകരമായിട്ടല്ല സുഖകരമായിട്ടല്ല പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ അടിച്ച് അതൊരു വൃത്തികെട്ട ലെവലിലാണ് സംഗതികൾ നടക്കുന്നത്. സോ ഇത് പെട്ടെന്ന് തീർന്നു കിട്ടിയാൽ നന്നായിരുന്നു. ഒരു നല്ല സുഗന്ധമായൊരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി എത്രയും പെട്ടെന്നൊന്ന് പടർത്താൻ പറ്റിക്കഴിഞ്ഞാൽ നന്നായിരുന്നു. ഞാനൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് രാഷ്ട്രീയം ഇല്ലാത്ത ആളാണെന്നോ അല്ലെങ്കിൽ എനിക്ക് വിശ്വാസങ്ങളില്ലാത്ത ആളാണെന്നൊന്നും അല്ല. ഞാനും ഈ ഒരു ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് എൻ്റേതായ രാഷ്ട്രീയമുണ്ട്, എനിക്ക് എൻ്റേതായ വിശ്വാസങ്ങളുണ്ട്. പക്ഷേ എൻ്റെ രാഷ്ട്രീയം, എൻ്റെ വിശ്വാസങ്ങൾ എന്ന് പറയുന്ന ഒരു പരിധിയിൽ നിൽക്കുന്നതാണ്. ആ പരിധിയുടെ അപ്പുറത്തേക്ക് ഞാൻ പോകാറില്ല. അത് ഒന്നിലേക്കും പോകാറില്ല, ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് പോകാറില്ല. കാരണം ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് ഈ വിശ്വാസങ്ങൾ, രാഷ്ട്രീയങ്ങളൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞാലേ, ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോയി കഴിഞ്ഞാലേ അത് നമുക്കൊക്കെ ദോഷം ചെയ്യും. അത് സമൂഹത്തിലേക്കും ദോഷം. അത് എൻ്റെ കാര്യം മാത്രമല്ല, അത് എന്തായിക്കോട്ടെ, അത് ഏത് രാഷ്ട്രീയമായിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, എന്ത് വിശ്വാസങ്ങളായിക്കോട്ടെ, എല്ലാവർക്കും ഇതൊക്കെ ഉണ്ട്, വേണം. പക്ഷെ ഇതെല്ലാം ഒരു പരിധി വിട്ടിട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വിഷയം, ഒരു ചർച്ച വരുന്ന സമയത്ത് അത് ന്യൂട്രലായിട്ട് നിൽക്കാൻ പറ്റുന്ന, അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നിൽക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലൊരു പരിധി കീപ്പ് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. ഒരു പരിധി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ വരുന്ന സമയത്ത് അതുമായിട്ട് ഡിസ്കഷൻസ് നമ്മൾ നടത്തുമ്പോൾ, ഡിബേറ്റുകൾ നമ്മൾ നടത്തുന്ന സമയത്ത് എക്സ്ട്രീം ലെവലിലേക്ക് പോകും. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ലെവലിലേക്ക് പോകും. ഡേഞ്ചറസ് ആയിട്ടുള്ള ലെവലിലേക്ക് ആക്ച്വലി പോകും. സോ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും തീർന്നു കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറയാൻ കാരണം. ഇപ്പോൾ മോഹൻലാലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ പൊന്ന് മോനെ, ആലോചിച്ച് കഴിഞ്ഞാൽ കഷ്ടമാണ്. ഇത് പറയുമ്പോൾ എന്നെ സംഖ്യ ആക്കണ്ട. ഞാൻ ഒരു മനുഷ്യനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു മനുഷ്യനെ കാണുന്നു, അത്രയേ ഉള്ളൂ. ആ രീതിയിലാണ് ഞാൻ വന്നിരുന്നിട്ട് സംസാരിക്കുന്നത്. മോഹൻലാൽ ഈ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് വിവാദം, ഭയങ്കര ചർച്ചകൾ, പരിപാടികളൊക്കെ ആയി, അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ ഇങ്ങനെ വരാനൊക്കെ തുടങ്ങിയ സമയത്ത് അങ്ങേര് ഖേദപ്രകടനമൊക്കെ നടത്തിക്കൊണ്ടൊരു വലിയ പോസ്റ്റ് ഇട്ടു. എൻ്റെ അഭിപ്രായം ഞാൻ കൃത്യമായിട്ട് പറയാം. പുള്ളി ഖേദപ്രകടനം നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പുള്ളി അങ്ങനെ ചെയ്തതിനോട് എനിക്ക് താല്പര്യമില്ല, അത് ചെയ്യണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ പുള്ളി അത് ചെയ്തതിനെ എനിക്കതിന് തെറ്റ് പറയാനും തോന്നുന്നില്ല. അല്ലെങ്കിൽ അയാൾക്ക് നട്ടലില്ല. ആൾക്കാർ പറയുന്നത് കേട്ടു പലരും, അയാൾക്ക് നട്ടലില്ല, ധൈര്യമില്ല, ഭീരുവാണ്, കാല് നക്കി, മറ്റേത് നക്കി, മറിച്ചത് നക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്ട്രീമായിട്ട് ഇങ്ങനെ അയാളെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അയാൾ ഖേദപ്രകടനം നടത്തേണ്ട കാര്യമില്ല എന്ന് തന്നെ ഞാൻ പറയുന്നത്. പക്ഷെ നടത്തിയൊരു കുറ്റം പറയാൻ എനിക്ക് തോന്നാത്തതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയേ, എന്തൊരു ഗതികെട്ട അവസ്ഥയാണ്. യജ്ജാതി ചീത്തവിളിയെ വിളിക്കുന്ന ആൾക്കാർ, യജ്ജാതി ചീത്തവിളിയാണ്. അയാളെ അത് ബാധിക്കണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആ ഖേദപ്രകടനത്തിൻ്റെ താഴെ കമൻറ്റുകൾ വായിച്ചു നോക്കിയ സമയത്ത് പരിതാപകരമാണ്. എന്തൊക്കെയാണ് ആൾക്കാർ വിളിച്ചു പറയണത്. അപ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ചാപ്പ കുത്തരുത്, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഇതൊക്കെ വായിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കഷ്ടം തോന്നി. ആരാണെങ്കിലും എന്താ പറയുക, ഏത് അവസ്ഥയിലായിരിക്കും എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇപ്പം ഖേദപ്രകടനം നടത്തിയപ്പോഴും ചീത്ത വിളിയാ, ഖേദപ്രകടനം നടത്തുന്നതിന് മുമ്പാണെങ്കിലും മൂപ്പർക്ക് ചീത്ത വിളിയായിരുന്നു, ഗതികെട്ട ചീത്ത വിളിയായിരുന്നു. അപ്പം അങ്ങനെ ഖേദപ്രകടനം നടത്തിയില്ലെങ്കിലും ചീത്ത വിളി അയാൾക്ക് ആക്ച്വലി ഉണ്ട്. മനസ്സിലായില്ല. അപ്പം ഞാൻ അതാണ് ആ ടേംസിലാണ് ഞാനൊരു മനുഷ്യനെന്നുള്ള രീതിയിൽ അയാളെ നോക്കി കണ്ടപ്പോൾ, അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയ സമയത്ത് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത്. അയാൾക്ക് കോൺട്രവേഴ്സി വന്ന സമയത്ത് അയാൾക്ക് പിടിച്ചു നിൽക്കാനും നിവർത്തിയില്ല, അപ്പോഴും ചീത്ത വിളി. അത് കഴിഞ്ഞിട്ട് ഖേദപ്രകടനം നടത്തിയ സമയത്ത് അപ്പോഴും ചീത്ത വിളി. ഈദ് മുബാരക് പോസ്റ്റ് ഇട്ട സമയത്ത് അപ്പോഴും ചീത്ത വിളിയോട് ചീത്ത വിളി. ഈ ചീത്ത വിളി എന്ന് അവസാനിക്കുകയാവോ? അപ്പോൾ ഒരു ഹ്യൂമൻലി കൺസേൺ, അത്രയേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂമൻലി കൺസേൺ. അത് അയാളുടെ സ്ഥാനത്ത് ആരായാലും ഒരു ഹ്യൂമൻലി കൺസേൺ എൻ്റെ മനസ്സിൻ്റെ അകത്ത് വർക്കാവും, അത്രയേ ഉള്ളൂ. അതിൽ എന്താ പറയുക, എനിക്ക് അയാൾ നട്ടലില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കാല് നക്കി, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊന്നും പറഞ്ഞിട്ട് അയാളെ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യാൻ പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. കാരണം അവനവൻ്റെ നിലനിൽപ്പാണ്, മനസ്സിലായ നിലനിൽപ്പാണ്. അയാൾക്ക് ഏത് ഭാഗത്ത് നിന്നാലും ഒരു സൈഡിൽ നിന്ന് ചീത്ത വിളി ഷുവറാണ്. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, അയാൾ മനുഷ്യനാണ്, അയാൾക്ക് നിലനിൽപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ നോക്കുമ്പോൾ അയാൾ വലിയ ഫിലിം സ്റ്റാർ, ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ, നമ്മുടെ ലാലേട്ടൻ, അതൊക്കെയാണ് നമ്മൾ നോക്കുമ്പോൾ, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അയാളുടെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് അയാൾക്ക് ചിലപ്പോൾ അയാളുടേതായ പ്രശ്നങ്ങൾ മേ ബി ഉണ്ടാവുമായിരിക്കും. ഈ ഖേദപ്രകടനം നടത്തിയതിന് ശേഷം ഉണ്ടായത് നമുക്കറിയാം. അപ്പോൾ ഈ ഖേദപ്രകടനം അയാൾക്ക് നടത്തേണ്ടി വന്നതിന് അയാളുടേതായിട്ടുള്ള ചിലപ്പോൾ റീസണൊക്കെ ഉണ്ടാവുമായിരിക്കും. അതാ പറഞ്ഞു, നിലനിൽപ്പിൻ്റെ കാര്യമായിരിക്കും. മനസ്സിലായി. ഞാൻ വീണ്ടും പറഞ്ഞു, അയാൾ അങ്ങനെ പോസ്റ്റ് ഇടണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഇട്ടതിൽ എനിക്കും താല്പര്യമില്ല, അതെൻ്റെ നിലപാടാണ്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അയാൾ ഇടേണ്ടി വന്ന സാഹചര്യത്തെ കുറിച്ചിട്ടാണ്. മേ ബി എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും, നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട ആൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുമായിരിക്കും.
പിന്നെ ലാലേട്ടനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയോർത്തോളം, മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയോർത്തോളം, എൻ്റെ മനസ്സിലാക്കലുകൾ ശരിയായിക്കോളണം യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ തെറ്റായിരിക്കും കേട്ടോ, എനിക്ക് അയാളെ വ്യക്തിപരമായിട്ടൊന്നും അറിയത്തില്ല. പക്ഷേ കുറേ കാലങ്ങളായിട്ട് ചെറുപ്പം തൊട്ടേ അയാളെങ്ങനെ കാണുകയാണല്ലോ സിനിമയിലും ഇവിടെ അയാൾ മാസാണ്. എന്താ പറയുക, നമ്മളെ ഈ ഇൻ്റർവ്യൂസിലും അല്ലെങ്കിൽ പല സ്റ്റേജ് ഷോസിലും അല്ലെങ്കിൽ പല സാഹചര്യത്തിലൊക്കെ നമ്മളെ കാണുമ്പോൾ അയാൾ ഭയങ്കര നാണം കുടുങ്ങിയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഒന്നാമത് ഭയങ്കര നാണക്കാരനായിട്ടുള്ള മനുഷ്യനാണ്. പിന്നെ ഭയങ്കര സ്മാർട്ടായിട്ട്, ഐ എം യൂസിങ് ദ ടേം, അയാൾ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരു പേഴ്സൺ ഒന്നുമല്ല. അല്ലെങ്കിൽ ഒരു ചോദ്യം, ഇന്റർവ്യൂവിന് തന്നെ പോയിരിക്കുന്ന സമയത്ത് ഒരു ചോദ്യം പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായ ഒരു നിലപാട്, കൃത്യമായ ഒരു അഭിപ്രായം തിരിച്ചു പറയുന്ന ഒരു കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി ഒന്നും അല്ല പുള്ളി. മനസ്സിലായ? അയാളുടെ എന്തെങ്കിലും ചോദ്യം ചോദിക്കും, അയാൾക്ക് തോന്നിയ പോലെ ഒരു ഉത്തരം അയാൾ തിരിച്ച് പറയും. അത് ചോദിക്കുന്ന ആൾക്കും അറിയാം ഇങ്ങനെയുള്ള ഉത്തരേ കിട്ടുള്ളൂ എന്നുള്ളത്. മൂപ്പരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് ഒഴുക്കം മട്ടിലൊക്കെ പോകുന്ന ഒരാളാണ്. മനസ്സിലായില്ലേ? കുറച്ചിങ്ങനെ ശാന്തമായി സന്തോഷമായി സുഖമായിട്ട് ഇങ്ങനെ പോകണം. അയാൾക്ക് അറിയുന്ന പരിപാടി എന്ന് പറയുന്നത് ആക്ടിങ് എന്ന് പറയുന്ന പരിപാടി മാത്രമാണ്. അതിൽ പുള്ളി മിടുക്കനാണ്, ഗംഭീര മനുഷ്യനാണ് പുള്ളി ആക്ടിങ്ങിൻ്റെ കേസിൽ. അല്ലാതെ ഈ സാമൂഹികമായി നോക്കുന്ന സമയത്ത് പാത്രംകൊട്ടിൻ്റെ കേസൊക്കെ പുള്ളി നമുക്ക് അറിയാമല്ലോ. ഞാൻ അയാളെ കളിയാക്കാൻ വില്ലിങ്ങല്ല, കാരണം ഓരോരുത്തരും ഓരോ പോലെയാണ്. മനുഷ്യന്മാർ ഓരോരുത്തർ ഓരോ പോലെയാണ്. നമുക്ക് അയാൾ മമ്മൂട്ടിയെ പോലെ ആവണം, മറ്റേ രജനീകാന്തിനെ പോലെ ആവണം, വിജയനെ പോലെ ആവണം, നമ്മൾ ഓരോരുത്തരെ പോലെ ആവണം എന്ന് പറഞ്ഞാണെങ്കില്ല. മോഹൻലാൽ ഈസ് മോഹൻലാൽ, എന്ത് ചെയ്യാനാണ്? പിന്നെ ഓഫ് കോഴ്സ് സിനിമ ചെയ്യുന്നതിന് മുമ്പ് അയാൾ ഓർത്തില്ലേ എന്നുള്ളൊരു കാര്യം ചെയ്യുന്നത് മേ ബി അറിയില്ല. അയാൾ എന്താ പറയുക, ആ ഒരു സിനിമയായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്കത് വിഷയമില്ല. പക്ഷെ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അതങ്ങ് ചെയ്ത് ഇറങ്ങി, പടം ഇറങ്ങി, അയാൾ പെട്ടു പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറേ കാര്യങ്ങൾ നേരിടേണ്ടി വന്നു, പ്രകടനം നടത്തേണ്ടി വന്നു. എന്തിനാണ് അയാളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അയാൾ കുറച്ച് പേടിയൊക്കെ ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ അയാളുടെ നിലനിൽപ്പിനെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ഇപ്പം ഇവിടെ അയാളുടെ നട്ടലിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ നട്ടലില്ലേ, ഓക്കെ, നട്ടലൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ പവർ പോലെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഈ കമൻറ്റ് ബോക്സിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി പോയാൽ എത്ര ആൾക്കാർ അയാളുടെ കൂടെ നിൽക്കും? എങ്ങനെ നിൽക്കും? അത് പറ. കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ #ഇട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പുള്ളിക്ക് പ്രശ്നമായാൽ തന്നെ #, ഇട്ട് അയാളുടെ കൂടെ. ഈ സിനിമാ പ്രവർത്തകർ പോലും എത്ര പേര് മോഹൻലാലിൻ്റെ കൂടെ നിന്നു ഈ ഒരു പ്രശ്നം വന്ന സമയത്ത്? ആരെയും എത്ര പേര് നിന്നു മോഹൻലാലിൻ്റെ കൂടെ? സിനിമ സംഘടനയില്ല, അമ്മ സംഘടനയില്ല, എത്ര പേര് നിന്നു? എത്ര പേര് ഇതിനു വേണ്ടി മോഹൻലാലിന് വേണ്ടി സംസാരിച്ചു? ആദ്യ സമയത്ത് ആരും മിണ്ടിയിട്ടില്ലെന്നേ. അയാൾ എന്താ പറയുക, ചുമലിലേക്ക് കയറ്റി വെച്ച പോലെയായി. പിന്നെ പൃഥ്വിരാജിനെ ആൾക്കാർ ദേശദ്രോഹിയാക്കുക. വിമർശിച്ചോ പറഞ്ഞില്ല. ആ ഒരു സിനിമ വന്നു, എന്താണ് പറയുക, അതിൻ്റെ അകത്ത് ഗോദ്ര ട്രെയിനിൻ്റെ കത്തിക്കൽ സംഗതി അത് എന്തോ കാണിച്ചില്ല എന്നുള്ളൊരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് വിമർശിക്കാം. സിനിമയാണല്ലോ, അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചിട്ട് ഇറക്കിയപ്പോൾ അതിൽ വിമർശിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിമർശിക്കാനുള്ള റൈറ്റ്സ് 100% കൊണ്ട് വിമർശിക്കാം. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ വേറെ ലെവലിലേക്കാണ് ആക്ച്വലി പോകുന്നത്. രാജ്യദ്രോഹി എന്നുള്ള രീതിയിലുള്ള പട്ടം കൊടുക്കുക, എന്താ പറയുക, അങ്ങനൊക്കെ ഒരു ലെവൽ. ഇയാൾ ഇനിയിപ്പോൾ നാട് കടത്തുമെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ലെവലിലേക്കൊക്കെ ആക്ച്വലി കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇതാണ് ഇവിടെ നടക്കുന്നൊരു അവസ്ഥയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ മോഹൻലാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ നട്ടൽ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാർ ഈ കമൻറ്റ് ബോക്സിൽ ചോദ്യം ചെയ്യാൻ പോകുക മാത്രമേ ഉണ്ടാവുള്ളൂ. മോഹൻലാലിൻ്റെ അടുത്തേ നട്ടൽ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാർ ഈ ചോദ്യം ചെയ്യാൻ പോകുക മാത്രമേ ഉണ്ടാവുള്ളൂ. അറിയാം, വല്ല പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ചോദ്യം ചെയ്ത ആൾക്കാരൊന്നും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും കേട്ടോ, മോഹൻലാൽ പറഞ്ഞൊക്കെ ഉണ്ടാവും. പക്ഷെ കളത്തിലേക്ക് ഇറങ്ങാൻ ഒരു കുട്ടി ഉണ്ടാവില്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. പിന്നെ ഈ നട്ടലിൻ്റെ കാര്യം ചോദിക്കുന്ന ആൾക്കാർ എത്ര ആളുകൾ സ്വന്തം കുടുംബത്തിൽ അല്ലെങ്കിൽ അവനവൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നിട്ട് അവനവൻ്റെ എന്താണ് പറയുന്ന നിലനിൽപ്പ് പോലും പ്രശ്നമല്ല എന്ന് ചിന്തിച്ചിട്ട് ഖേദപ്രകടനം അവനവൻ്റെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഖേദപ്രകടനം നടത്താതിരുന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് സോറി പറയാതെ എത്ര ആൾക്കാർ നിലപാട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. നിലനിൽപ്പ് കുഴപ്പമല്ല, എനിക്ക് പ്രശ്നമല്ല, എനിക്ക് എൻ്റെ നിലപാടാണ്, എൻ്റെ ഇതാണ് വലുത് എന്നുള്ള രീതിയിൽ, എൻ്റെ അഭിമാനമാണ് വലുത് പറഞ്ഞ് എത്ര ആൾക്കാർ സ്വന്തം ജീവിതത്തിൽ നിന്നിട്ടുണ്ട്? ഒന്ന് പറ. അറിയാൻ വേണ്ടി ചോദിച്ചാണ്, എത്ര ആൾക്കാർ നിന്നിട്ടുണ്ട്? എത്ര ആൾക്കാർ റിസ്ക് എടുത്തിട്ട് ഇതാക്കിയിട്ടുണ്ട്? നിന്നുണ്ടാ, മനസ്സ് തട്ടി പറയണം. ഒരു സേക്കിന് വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഞാൻ നിന്നിട്ടുണ്ടെന്ന് പറയരുത്. ജെനുവിൻലി മനസ്സ് തട്ടിയിട്ട് ആക്ച്വലി പറയണം, എത്ര ആൾക്കാർ നിന്നിട്ടുണ്ട്? നിലനിൽപ്പാണ്, അത്രയേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണ് ഇതിന് കാണുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് വല്ല പട്ടം ചാർത്തി തരാണെങ്കിൽ ഓക്കെ, ഇപ്പം എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? മാനുഷികപരമായിട്ട് സംസാരിക്കുമ്പോൾ പോലും പട്ടം ചാർത്തി തരിക പറഞ്ഞാൽ എന്താ ഇപ്പം ചെയ്യാൻ പറ്റുക? ആയ ചാർത്തിക്കോളി, എന്താ പറയുക. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അവരങ്ങനെ ഒരു സിനിമ ഇറക്കി, അതിൽ എന്താ പറയുക, ഗോദ്ര ട്രെയിൻ
മറ്റേ അവിടെ കത്തിച്ചതിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതാണല്ലോ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. വിമർശിക്കാം, ആരാ തെറ്റ് പറയണം. പക്ഷെ ഇത് വിമർശനത്തിൻ്റെ കൂട്ടത്തിൽ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്നിടത്താണ് ആക്ച്വലി പ്രശ്നം വരുന്നത്. കൂടുതൽ വഷളാവുന്ന ലെവലിലേക്കൊക്കെ പോകുന്ന സമയത്ത് കാണുമ്പോൾ പേടിയാവുന്നു. അതാണ് മോഹൻലാലിൻ്റെ സ്ഥിതി, അതാണ് പൃഥ്വിരാജിൻ്റെ സ്ഥിതി, ഇതാണ്. പിന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം എന്താ? അതേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. പറഞ്ഞു 15 മിനിറ്റ് ആയോ. പിന്നെ വിജയ് ആയിട്ട് കുറേ ആൾക്കാർ കമ്പയർ ചെയ്യുന്ന കണ്ടു. ആയിക്കോട്ടെ, കമ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് തോന്നിയ കാര്യം അവർ പറയണം. ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞോട്ടെ. ഈ വിജയിൻ്റെ കേസ് വന്നപ്പോഴും മോഹൻലാലിൻ്റെ കേസ് വന്നപ്പോഴും രണ്ടാണ്. വി കനോട്ട് കമ്പയർ മാൻ. കാരണം വിജയിൻ്റെ വിഷയവും ഇവിടെ ഈ പറഞ്ഞ എമ്പുരാൻ്റെ വിഷയവും രണ്ടാണ്. രണ്ട് എക്സ്ട്രീമാണ്. എന്താണ് ഇത് ഭയങ്കരമായൊരു വിഷയമല്ലേ. എമ്പുരാനിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമല്ലേ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതായിട്ട് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വലുതാ. അല്ലാണ്ട് വിജയിൻ്റെ വിഷയം പോലെ ആ ഒരു ഇൻറ്റൻസിറ്റി കിടക്കുന്ന സാധനം അല്ലത്. അപ്പോൾ വിജയിൻ്റെ നട്ടൽ കണ്ടില്ലേ, വിജയ് മീശ വിരിച്ച് കാണിച്ചു, മോഹൻലാൽ ഇവിടെ കാല് നക്കി കാണിച്ചു എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യുമ്പോൾ പറയാം നിങ്ങൾക്ക് മോഹൻലാൽ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് പറയാം, നാണക്കേടായി എന്ന് പറയാം, മോശമാണെന്ന് പറയാം. പക്ഷെ അപ്പുറത്ത് വിജയനെ എക്സാമ്പിൾ വെച്ചിട്ട് ഇപ്പുറത്ത് പറയാന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും ഇൻറ്റൻസിറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വേണം അത് പറയാൻ. അല്ലെങ്കിൽ അതൊരു ചന്തം ഉണ്ടാവില്ല. പിന്നെ മറ്റൊരു കാര്യം, തമിഴ്നാട്ടിലൊക്കെ വിജയ്ക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവിടുത്തെ ആൾക്കാർ റോട്ടിലിറങ്ങും. അവിടുത്തെ ആൾക്കാർ വിജയ്ക്ക് വല്ല പ്രശ്നം വന്നാലേ റോട്ടിലിറങ്ങും. അവിടെ അങ്ങനെയാണ്. റോട്ടിലിറങ്ങും, വിജയ്ക്ക് വേണ്ടി നിൽക്കും, വിജയ്ക്ക് വേണ്ടി സംസാരിക്കും. നമുക്കറിയാം അവിടെ മറ്റേ ഏതായിരുന്നു ഒരു വിഷയം വന്ന സമയത്ത് തമിഴ്നാട്ടിൻ്റെ ഒരു പ്രധാന കാര്യം ഒരു വിഷയമായിട്ട് വന്നപ്പോൾ എല്ലാവരും ഇറങ്ങി അവിടെ ജാഥയും പരിപാടിയൊക്കെ ആയിട്ട്. അപ്പം അവിടുത്തെ ആൾക്കാർ അങ്ങനെ ഒരു യൂണിറ്റി ഉണ്ട്. ഇവിടെ മോഹൻലാലിൻ്റെ ഒരു വിഷയം വന്ന ആൾക്കാർ റോട്ടിൽ ഇറങ്ങുമോ? നിങ്ങൾ സീരിയസ് ആയി പറ, ഇറങ്ങുമോ? എനിക്ക് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വരികയായിരിക്കും, സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുകയായിരിക്കും. അല്ലാതെ എന്ത് പറയും? സോഷ്യൽ മീഡിയയിൽ പറയുന്നതാണ് റോട്ടിൽ മോഹൻലാലിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് എത്ര പേരാണ്? ഐ ഡോണ്ട് തിങ്ക് സോ. അപ്പോൾ അയാൾ ഖേദപ്രകടനം അയാളുടെ നിലനിൽപ്പിന് വേണ്ടി അയാൾ നടത്തി. അത് നടത്തിയോടോ എനിക്ക് യോജിപ്പില്ല, അല്ലെങ്കിൽ എനിക്ക് അയാൾ ചെയ്യണ്ടായിരുന്നു എന്ന് തന്നെയാണ് അഭിപ്രായം. പക്ഷേ അയാൾ നടത്തിയാൽ എനിക്ക് തെറ്റും പറയാൻ പറ്റാത്തതിൻ്റെ കാര്യം അയാളുടെ നിലനിൽപ്പ് അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്തുള്ള രീതിയിൽ ഹ്യൂമെയിൻലി കൺസേൺ എന്നുള്ള രീതിയിൽ അയാളെ നോക്കി കാണുന്ന സമയത്ത് പാവം തോന്നി, അത്രേ ഉള്ളൂ. അതിനിപ്പോൾ എനിക്ക് സംഖ്യയാണ് എന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായില്ല. ഞാൻ മനുഷ്യത്വപരമായിട്ട് സംസാരിച്ചതാണ്. ഇനി അടുത്ത കാര്യം L3. അത് എന്താ പറയുക, നിങ്ങൾ കണ്ടു കാണുമല്ലോ, ആൻ്റണി പെരുമ്പാവൂർ മറ്റേ പുള്ളിയുടെ ഒരു ന്യൂസ് ക്ലിപ്പ് കണ്ടു. അതിൽ പുള്ളി പറയുന്നുണ്ട് പൃഥ്വിരാജിനെയും ആരെയും ഒറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ചിട്ടാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആൻ്റണി പെരുമ്പാവൂർ പറയുന്നത്. ആയിക്കോട്ടെ, ഒരുമിച്ചിട്ടൊക്കെ നിൽക്കട്ടെ, നല്ല കാര്യം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ ഇപ്പോൾ എന്താ പറയുക, L3 വരുന്നുണ്ട് അത്ര. എന്തായാലും പുള്ളി കൺഫേം ചെയ്തിട്ടുണ്ട്, ഉറപ്പായിട്ട് വരും, സംഭവിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. കേട്ടപ്പോൾ ഒരു സന്തോഷം. കാര്യം സിനിമയല്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമയും കണ്ട് ജോലി കളിച്ച് സന്തോഷമായി സുഖമായിട്ട് പോകുന്നൊരു മനുഷ്യനാണ്. ഞാൻ കൂടുതലൊന്നും ഇതിൻ്റെ അകത്ത് തലയിട്ടിട്ട് അയ്യോ അതിൻ്റെ അകത്ത് അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്ന് ഞാൻ നോക്കാൻ പോകാറില്ല. എന്തിനാ സമാധാനം കളയണേ വെറുതെ? ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയമുണ്ട്, വിശ്വാസങ്ങളുണ്ട്, ഇവിടെ വെച്ചിട്ട് സമാധാനപൂരിതമായി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് വയ്യ കുളത്തിൽ തലയിടാൻ. അപ്പോൾ L3 വരട്ടെ, സന്തോഷമായി. ഉണ്ടെന്ന് കേട്ടപ്പോൾ സന്തോഷമായി. കാരണം എന്താ പറയുക, മറ്റേ എമ്പുരാൻ വന്ന സമയത്തെ ഭയങ്കര ഹൈപ്പിൽ ഭയങ്കര എക്സ്പെക്ടേഷനൊക്കെ ആയിട്ടാണല്ലോ നമ്മൾ ഇരുന്നുണ്ടായിരുന്നത്. പടം വന്നു, എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പടമല്ലേ, വലിയ സ്കില്ല് വന്ന പടമല്ലേ. അത് ഓവറോൾ ഭയങ്കരമായിട്ട് എന്താണ് ഹൈലി പോസിറ്റീവ് റെസ്പോൺസ് ഒന്നും അല്ല ആ സിനിമയ്ക്ക് വന്നത്. മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് ആക്ച്വലി വന്നത്. അപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റ്, ഇതിൻ്റെ അടുത്തൊരു പടം ഇറക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു ഗംഭീര വിജയമാവണം, ഭയങ്കരമായ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് തന്നെ മിക്സഡ് റെസ്പോൺസൊക്കെ വരുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോയി പണിയാവുമോ, എന്താ പറയുക, ഇനിയിപ്പോൾ അടുത്തതിലേക്ക് അവർ ചിന്തിക്കുമോ? കാരണം ഇത് കളക്ട് ചെയ്ത് വന്നാലല്ലേ അടുത്ത അവർ എടുക്കാനുള്ളൊരു തുനിയുള്ളൂ. അപ്പോൾ പണിയാവുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെ ആയില്ല. ഇപ്പോൾ കോൺട്രവേഴ്സിയും കൂടി ആയപ്പോൾ ഉള്ള ബുക്കിങ്ങിൽ നിന്ന്, കോൺട്രവേഴ്സിയും കൂടിയും കാരണമാണെന്ന് തോന്നുന്നു, ഓൾറെഡി ഉള്ള ബുക്കിങ്ങിൽ നിന്ന് കുറച്ചും കൂടിയും കൂടുതൽ ബുക്കിങ്ങിലേക്കൊക്കെ എന്താ പറയുക പോയിട്ടുണ്ട്. കുറച്ചുകൂടി കൂടുതൽ ബുക്കിങ്ങിലേക്ക് പോയിട്ടുണ്ട്, കുറച്ചുകൂടി ഒന്ന് കത്തിയിട്ടുണ്ട്, കുറച്ചുകൂടി ഒരു ബൂസ്റ്റ് ആക്ച്വലി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ആൾക്കാരൊക്കെ പോയി കാണുന്നുണ്ട്. ഇനിയിപ്പോൾ എത്ര കട്ട എന്തൊക്കെയോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി കട്ട എന്തൊക്കെയാണ്, ഇനി കണ്ട ആൾക്കാരും കൂടിയിട്ട്
എന്താണ് എത്ര കട്ട് വന്നു, എവിടെയൊക്കെയാണ് കട്ട് ചെയ്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറി കാണും. സോ വീണ്ടും കളക്ഷൻ. അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 300-400 കോടി വരും തോന്നുന്നു, അതിലും മേളിൽ മേ ബി വരികയായിരിക്കും തോന്നുന്നു. അപ്പോൾ കോൺട്രവേഴ്സിയും കൂടിയും കാരണം കുറച്ചും കൂടി ഒരു ഇതിലേക്ക് ആക്ച്വലി സിനിമ എത്തി എന്നുള്ളതാണ്. ഇപ്പം എന്താ ഇപ്പം ഉണ്ടായത്, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം എന്താ ഇപ്പം ഇവിടെ ഉണ്ടായത്? പിന്നെ എന്താണ് L3 വരുന്ന സമയത്ത് ഈ പൊളിറ്റിക്സ്, ആ ഒരു വിവാദപരമായ കാര്യങ്ങൾ അത് മാറ്റി വയ്ക്കുക. അത് ഇനി എന്താ പറയുക, കൂടുതൽ വഷളാവാതിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ, കൂടുതൽ വഷളാവാതിരിക്കട്ടെ. അതല്ലാതെ ഈ എമ്പുരാനിൽ സിനിമ എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് അതിൻ്റെ അകത്തുള്ള സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പലതരത്തിലുള്ള വിമർശനങ്ങൾ ആൾക്കാർ ഹെൽത്തി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു, എനിക്ക് എൻ്റേതായ കാരണങ്ങൾ ഉണ്ട്. ആ സിനിമ എനിക്ക് എന്താ പറയുക എൻഗേജിങ് ആയിട്ടാണ് തോന്നിയത്. കുറേ കാര്യങ്ങൾ, അത് വിഷ്വലി ആയിക്കോട്ടെ, അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി ആയിക്കോട്ടെ, ആ രീതിയിൽ എനിക്ക് രസകരമായ ഒരു ഹോളിവുഡ് ലെവലിലൊക്കെയാണ് എനിക്ക് ആക്ച്വലി തോന്നിയത്, സിനിമാറ്റിക് ആയിട്ടുള്ള ലെവലിൽ. പക്ഷേ അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട്, അവർ റെലവൻ്റ് ആയിട്ടുള്ള അവരുടേതായിട്ടുള്ള പോയിന്റ്സ് ആക്ച്വലി പറഞ്ഞിട്ടുണ്ട്. ഹെൽത്തി ആയിട്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാരെ കൺസിഡർ ചെയ്യണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അതും കൺസിഡർ ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെ അഭിപ്രായങ്ങളെയും കൺസിഡർ ചെയ്ത് L3 വരുന്ന സമയത്ത് അതും കൂടിയും പരിഗണിച്ച് കുറച്ചും കൂടിയും എൻഗേജിങ് ആയി നല്ലൊരു സാധനം വരുമെന്ന് പ്രതീക്ഷിക്കാം. അത് ഗംഭീരമാവട്ടെ. ഇതുപോലൊരു മിക്സഡ് റെസ്പോൺസ് ആവാതിരിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും പറയണം. മിക്സഡ് റെസ്പോൺസ് ഞാൻ ഉദ്ദേശിച്ച് ഈ പൊളിറ്റിക്സോ അല്ലെങ്കിൽ ഈ വിവാദമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തെക്കുറിച്ചിട്ടല്ല, അത് വേറെ തന്നെ വിഷയമാണ്. ഞാൻ പറഞ്ഞത് ഇതൊരു സിനിമ എന്നുള്ള രീതിയിൽ ആൾക്കാർ നോക്കി കണ്ടിട്ട് പറഞ്ഞിട്ടുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ വിവാദപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഈ സിനിമയെ വിമർശിച്ചതും അതല്ലാതെ വിമർശിച്ചതും തമ്മിൽ നമുക്ക് വ്യത്യാസം മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്താ പറയുക, കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാവട്ടെ. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. കൂടുതൽ 21 മിനിറ്റ് ആയില്ലേ? അപ്പോൾ ശരിയെന്നാൽ ബൈ.